ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ആദ്യം തന്നെ ഒരു മുളക് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ആദ്യം ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചു. പിന്നെ ചെറുതായി അരിഞ്ഞ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ബ്രൗൺ നിറമാകുന്നത് വരെ നല്ലപോലെ വഴറ്റി. അങ്ങനെ ബ്രൗൺ നിറമായപ്പോൾ 3 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റി. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുടമ്പുളിയും ഉപ്പും ഇട്ട് കൊടുത്തു. തിളച്ചപ്പോൾ നമ്മൾ വെട്ടി വെച്ചിരുന്ന ചൂരമീനും ഇട്ട് കൊടുത്ത് കറി റെഡിയാകുമ്പോഴേക്കും നമുക്കൊരു മോര് കറി ഉണ്ടാക്കാവേ. അതിനായി തേങ്ങ പൊട്ടിച്ച് തിരുമ്മി അതിൽ ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടുകൊടുത്ത് അത് മിക്സിയുടെ ജാറിൽ ഇട്ട് തൈരും ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുത്തു. അത് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ച് വെള്ളവും ആഡ് ചെയ്ത് ഉപ്പും ഇട്ടുകൊടുത്ത് നേരെ അടുപ്പിലേക്ക് വെച്ചു. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും തീ ഓഫ് ചെയ്യണം. അങ്ങനെ നമ്മുടെ മോര് കറിയും റെഡിയായി, മുളക് കറിയും റെഡിയായി. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോര് കറിക്ക് താളിച്ചൊഴിക്കാനായിട്ട് പാത്രം വെച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ചെറുതായി അരിഞ്ഞ ഉള്ളിയും ഇട്ടുകൊടുത്ത് ലേശം കറിവേപ്പിലയും ഇട്ടുകൊടുത്തു. അത് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയ ശേഷം അത് നമ്മുടെ മോരുകറിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ നമ്മുടെ മുളക് കറി, മോരുകറി, മീൻ പൊരിച്ചത് എല്ലാം റെഡി. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ വാപ്പി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് വാപ്പിയുണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. പിന്നെ ഇക്കായും മോനും കൂടെ ഒന്ന് പുറത്ത് പോയിട്ട് വന്നു. അതിനിടയ്ക്ക് ഞാനും ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.